ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനകത്തെ ആത്മഹത്യ ചെയ്യാനായിട്ട് അവിടെ സാരി ഫാനിലൊക്കെ ഇട്ട് തൂക്കി ഇങ്ങനെ നിൽക്കുക. നന്ദുവാണ് അവിടെ കിടന്ന കാറ് വേണം. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ എന്ന് പറഞ്ഞു. ആ നേരത്താണ് നമ്മൾ നയനിയും ആദർശും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇവർ കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. ഇവിടെ അമ്മയും മോളും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറയാം. സച്ചിയുടെ അനിയുടെയും കാര്യം പറഞ്ഞിട്ടേ കനക അകത്ത് കയറി കഥ കടച്ചിരിക്കുകയാണെന്നും എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച ശേഷമാണ് പോയിരിക്കുന്നതെന്നും ഗോവിന്ദേട്ടൻ പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടി. മോള് പെട്ടെന്ന് ചെന്ന് അമ്മയെന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദു അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും. ഇവർ ഓടി അകത്തേക്ക് ചെന്നു. അപ്പൊ എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അമ്മ വാതിൽ തുറക്കുന്നില്ല, ആദർശേട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അന്നേരത്തേക്ക് അമ്മ എന്ന് പറഞ്ഞ് ആദർശ് വിളിക്കുക. ആര് കഥക് തുറക്കാൻ? ആദർശം എന്നിട്ട് എന്നാ ചെയ്തു? വാതിൽ ചവിട്ടി ഇടിച്ച് തുറന്നു. അപ്പോഴത്തേക്കും അവിടെ കുരുക്കി ഇട്ട് കഴിഞ്ഞു കഴുത്തേൽ നമ്മുടെ കനകം. സമയത്ത് വേഗം അവർ രണ്ടുപേരും കൂടെ ചാടി അമ്മയെ താഴെ ഇറക്കി. അതിനുശേഷമാണെങ്കിൽ ഭയങ്കര കരച്ചിലുമായിട്ട് ഇരിക്കുക. അപ്പൊ ഇവർക്ക് സച്ചിയെ വേണ്ടെന്നാ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് കനക ഇവരോട് പറഞ്ഞു. അപ്പൊ നയനെ ഇങ്ങനെ നോക്കുക നമ്മുടെ നന്ദുവിനെ. അപ്പൊ സച്ചിയെ കേട്ടാൻ ഇവൾക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞതെന്നും പറഞ്ഞ കനകയാണെങ്കിൽ ലോക അഭിനയം. എല്ലാവരും തകർന്ന് നിൽക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇപ്പൊ എന്നെ രക്ഷിച്ചെങ്കിലും ഈ നിശ്ചയം നടന്നില്ലെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി. അമ്മയുടെ ശവം കാണേണ്ടി വരും നിങ്ങൾക്കെന്നും പറഞ്ഞ കനക കരയുന്നേ. നയനയും നന്ദുവും ഭയങ്കര കരച്ചില്. എന്താ നന്ദു ഇത്? അമ്മയെ കൊലക്ക് കൊടുത്തിട്ട് വേണോ നിനക്കൊരു ജീവിതം ഉണ്ടാക്കാനെന്ന് ആദർശ് നേരം നന്ദുവിനോട് ചോദിക്കാം. ഇത് എത്ര പറഞ്ഞിട്ടും ഇവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ആര് മരിച്ചാലും ഇവൾക്ക് ഇവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഗോവിന്ദേട്ടനും നന്ദുവിനെ കുറ്റപ്പെടുത്തുക. നന്ദു ഇപ്പൊ ചെറുത്താനും കടലിനും നടുവിൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പഴിയും സംസാരവും കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിശ്ചയത്തിന് എനിക്ക് സമ്മതമാണെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സമാധാനമായി. ആരും ഞാൻ കാരണം മരിക്കണ്ടെന്ന് നമ്മുടെ നന്ദു പറയുക കേട്ടോ. അത് പറഞ്ഞ് നന്ദു അവിടെ അങ്ങ് ഇറങ്ങിപ്പോയി. നന്ദു ഇറങ്ങിപ്പോയപ്പോഴും കനക തലയ്ക്ക് കൈയും കൊടുത്ത് ഭയങ്കര കരച്ചില്. അപ്പൊ നന്ദുവിന്റെ അടുത്തേക്ക് നീ ഒന്ന് ചെല്ലും മോളെ, അവളെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ. അങ്ങനെ അതും പറഞ്ഞ് നയനയെ നന്ദുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ആ സമയത്ത് അമ്മ എന്ത് കടുങ്കയായി കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് ചോദിക്കുക. അപ്പൊ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കനക പെട്ടെന്ന് ചിരിക്കുക. അങ്ങനെയൊന്നും ഇല്ല മോനെ, അവളെ വെറുതെ പറ്റിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുവാണേ. നോക്ക്, ഞാൻ കഴുത്തിൽ കുരുക്കിടുമ്പോഴേ അവൾ എന്തായാലും ഡോറ് തള്ളി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറയുക കേട്ടോ. ആദർശ് ഉദ്ദേശിച്ച് വന്ന കാര്യം അത് പറയാനും പറ്റിയില്ല. ഇവരുടെ ഒടുക്കത്തെ നാടകം കണ്ട് അന്തം വിട്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡോറ് ശരിക്കും കുറ്റിയിട്ടിട്ടില്ലായിരുന്നു മോനെ എന്ന് പറഞ്ഞു. നല്ല പോലെ ഒന്ന് തള്ളിക്കഴിഞ്ഞാലേ ആ തുറക്കുന്ന രീതിയിൽ തന്നെ ഞാൻ കുറ്റിയിട്ടിരുന്നുള്ളൂ എന്നൊക്കെ കനക പറയുമ്പോൾ വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാ മോനെ ഇവളിത് ചെയ്തതെന്ന് ഗോവിന്ദേട്ടനും പറയുവാണ്. ഇന്നുണ്ടല്ലോ സച്ചി അവന്റെ അമ്മയും അച്ഛനെയൊക്കെ കൂട്ടി ഇവിടെ വന്നു. അവരെല്ലാവരും തിരിച്ചു പോയപ്പോ അനിയുമായിട്ട് നന്ദു സംസാരിച്ച് നിൽക്കുന്നതാ അവര് കണ്ടത്. അപ്പോ അവര് തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ട് സച്ചിക്ക് അത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? അവനത് ഇവിടെ വിളിച്ചു പറയുക ചെയ്തത്. എന്ത് ചെയ്യാനാ? അതിന്റെ പേരിൽ അമ്മയും മോളും തമ്മിൽ ഇത്രയും വഴക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പാവ ആദർശ് ധർമ്മസങ്കടത്തിലായിട്ടോ. കനക വേഗം എഴുന്നേറ്റിട്ട് മോനെ നോക്ക്, മോൻ അനിയെ ഒന്നും ഉപദേശിക്കണം കേട്ടോ. ഇവിടെ നന്ദുവിനെ അവിടെ അനിയൊക്കെ ഉപദേശിക്കുന്നുണ്ടല്ലോ അമ്മേ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം അവർ രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അതില് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. അത്രത്തോളം രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ അടുത്തു പോയി എന്നുള്ള കാര്യം പറയുമ്പം നിശ്ചയം കഴിഞ്ഞതോടെ നന്ദുവിന്റെ മനസ്സ് മാറുമെന്ന് പറയുമ്പം അനിയുടെ കാര്യവും അങ്ങനെ തന്നെ ആകുമെന്നാണ് കരുതുന്നത്. അവനിപ്പോ ബിസിനസ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിന്റെ മെച്ചവും നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങളും ആദർശ് പറയണം. അതിൻ്റെ ഇടയ്ക്ക് ഇനിയും അവന്റെ മനസ്സ് തകരാറിലാവരുതെന്നാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന എന്നൊക്കെ ആദർശ് ഇവരോട് പറയുവാണ്. എന്ത് ചെയ്യാനാ, അവർ തമ്മിലുള്ള അടുപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാവുന്നതായിരുന്നു എന്നും പക്ഷേ ആരും അതിന് കൂട്ടു നിന്നില്ല എന്നൊക്കെ പറയുമ്പം ഇനിയും കൂട്ടു നിൽക്കില്ല മോനെ. 3 കുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് മരുമക്കളായി വരുന്നത് ശരിയായ കാര്യമല്ല. അപ്പോ അതെ മോനെ, അത് തന്നെയാ. ഇപ്പോ അവിടെ എൻ്റെ മക്കൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും വെറുതെ ആൾക്കാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അമ്മ, ഇവിടെ നിശ്ചയത്തോളം കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുകയല്ലേ, ഇനിയിപ്പോൾ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാലും എൻ്റെ കനക എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ കനകയുടെ അടുത്ത് വന്നിരിക്കുമോ. അവളുടെ സംസാരമേ അവള് സൂചിപ്പിച്ചത് എന്താന്ന് ഗോവിന്ദേട്ടൻ കേട്ടതല്ലേ. ഞാനങ്ങനെ ആ ഒരു ഇതിനു വേണ്ടി തൂങ്ങി മരിക്കത്തൊന്നുമില്ല. ഗോവിന്ദേട്ടൻ എന്താ പറ്റിയെന്ന് കനക ചോദിക്കുമ്പോൾ എന്നാലും എൻ്റെ കനക എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇരിക്കും. ഈ സമയത്ത് നയന നന്ദുവിനോട് പറയാം,
ഞാനും ആദർശേട്ടനും കൂടി ഇന്ന് ഇവിടെ വന്നത് നിന്റെയും അനിയുടെയും കാര്യം സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ നന്ദു ഞെട്ടി. കോടതിയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാവരും വാശിയിലായി പോയെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഇനിയിപ്പോ നിന്നെയും അനിയെയും ഒന്നിപ്പിച്ചാൽ എന്താണെന്നുള്ള ചിന്ത വരെ ഞങ്ങൾക്കുണ്ടായെന്നും അത് അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ മോളെ, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ മോളെ. അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും നടക്കില്ല എന്ന കാര്യവും പറഞ്ഞു. ഇതുവരെ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ള ആളാണ് നമ്മളുടെ അച്ഛൻ. ആ അച്ഛൻ പോലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പം എനിക്ക് ഈ കല്യാണം വേണ്ട നയനേച്ചി, വേണമെങ്കിൽ ഞാൻ അനിയുമായിട്ട് അകന്ന് കഴിഞ്ഞോളാം, എന്നാലും എനിക്കിഷ്ടമല്ലാത്ത ഒരാൾക്കൊപ്പം ജീവിക്കാനൊന്നും എന്നെക്കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിനക്കിത് അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുമോ മോളെ? ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന കാര്യമൊക്കെ ചോദിക്കുമ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല എൻ്റെ ചേച്ചി എന്നും പറഞ്ഞ് നന്ദു ധർമ്മസങ്കടത്തിലായി. എന്നെ ഒട്ടും അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല, അയാൾ ആള് ശരിയല്ല CI, നിങ്ങൾക്കത് മനസ്സിലാക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ മോളെ ശരിയല്ല നീ ഏതു നേരം നീ പറയുന്നുണ്ടല്ലോ, പക്ഷെ അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് നയന നന്ദുവിനോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കാര്യം പറയാമായിരുന്നു എന്ന് നയന പറയുക. അപ്പം നിന്നെ എന്തായാലും അവർ കുഴിയിലൊന്നും ചാടിക്കാൻ ശ്രമിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അയാളുടെ ഒരു സംസാരവും മാന്യനാകാനുള്ള ഒരു ശ്രമവും ഉള്ളത് പറയാമല്ലോ. ആ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇളക്കി വിട്ടത് ഇയാൾ തന്നെയാണെന്ന കാര്യം നന്ദു പറയുന്നു. അനിയെ ജയിലിൽ കിടത്തണമെന്നാണ് അയാളുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഊഹിക്കുന്നതല്ലേ മോളെ. ഞങ്ങളെ കാണുമ്പോഴേ അയാൾ അനിയുടെ സൈഡാ പറയുന്നേ. അപ്പൊ അതാണ് അയാളുടെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞത്. അതുകൊണ്ടാ എനിക്ക് അയാളെ ഇഷ്ടമല്ലാന്ന് ഞാൻ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ഒരുപോലെയല്ല. ചേച്ചി എന്തൊക്കെ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അനിയോടുള്ള ഇഷ്ടം കൊണ്ടാ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ. നിന്റെ വെറും തോന്നലോ അതൊക്കെ. ഇനിയിപ്പോ സച്ചിയുടെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുക. അതിന് മാറ്റമൊന്നുമില്ല. നിനക്കിപ്പോ അനിയെ വിട്ടുകളയാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യമെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെയാണ് അനിയുടെയും കാര്യം. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുമ്പം ഇഷ്ടപ്പെടുന്നവരെ ഒന്നിപ്പിക്കുകയല്ലേ വേണ്ടത്, അത് തന്നെയാ വേണ്ടതെന്നൊക്കെ അന്നേരം നന്ദുവിനോട് നയനയും പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് നന്ദു, അത് നീ ഒന്ന് മനസ്സിലാക്കുക. അനിയുടെ അമ്മ നിങ്ങളുടെ ബന്ധത്തിന് സമ്മതിക്കോ? നവ്യേച്ചി പോലും പറയുന്നത് ഈ ഒരു ബന്ധം വേണ്ട എന്നാ. പിന്നെ ഞാനും ആദർശേട്ടനും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അറിയാവുന്നത് കൊണ്ടാ ഒന്ന് മാറി ചിന്തിക്കാമെന്നെങ്കിലും വെച്ചത്. അതുമാത്രമല്ല അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇടയ്ക്ക് ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും മനസ്സൊന്ന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാ അമ്മ തൂങ്ങിച്ചാകാൻ പോകുന്നത് കണ്ടത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു വീണ്ടും ധർമ്മസങ്കടത്തിലായി. അമ്മയെ കൊന്നിട്ട് നിനക്ക് അനിയെ സ്വന്തമാക്കണോ, അതാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. വലുതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇനിയിപ്പോ എൻ്റെ മോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട, അവര് പറയുന്നത് കേൾക്കാൻ പറഞ്ഞ് നയനെ അങ്ങ് പോയി. ഈ സമയത്ത് നന്ദു ഒരിക്കലും അവൻ എൻ്റെ ഭർത്താവാകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആദർശേട്ടനൊക്കെ വന്ന സമയത്ത് അമ്മ എന്തൊക്കെയാ കാണിച്ചെന്ന് ചോദിച്ചു നയന ചെന്ന് കനകത്തെ ചോദ്യം ചെയ്യാം. അതിപ്പോൾ ആദർശ നയനയും വന്നെന്ന് അറിഞ്ഞിട്ടെന്നല്ലോ ഞാൻ തൂങ്ങിച്ചാവാൻ പോയതെന്ന് കനക പറയുമ്പോൾ നന്ദു ഇത് കേട്ടുകൊണ്ട് വന്നു. അനിയുമായിട്ടുള്ള ബന്ധം ആലോചിക്കേണ്ട, പക്ഷെ ഇവൾക്ക് ആ CA ഇഷ്ടമില്ലെങ്കിൽ ആ ബന്ധം നമുക്ക് വേണ്ടെന്ന് വെച്ചുകൂടെ അമ്മയെന്ന് നയന ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാ ഇവൾക്ക് സച്ചിമാനെ ഇഷ്ടമല്ലാത്തതോ എന്ന് ചോദിച്ച് കനക നയനോട് ചൂടാവുക. നോക്കുന്നതിനെ ഇവളെ പോലെ ആണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്ന ഒരുത്തിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണ് എൻ്റെ സച്ചിമൻ, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അനാവശ്യമായിട്ട് ഇവൾ ആരുടെയും ദേഹത്ത് കൈവെക്കാറില്ലല്ലോ അമ്മേ എന്ന് നയന ചോദിക്കുമ്പോൾ ആവശ്യത്തിലായാലും അനാവശ്യത്തിലായാലും ഇവളുടെ തൻ്റെ ഇടത്തിന് പറ്റിയ പയ്യൻ തന്നെയാ സച്ചിമൻ, അതിന് യാതൊരു സംശയം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. ആ ബന്ധം നടന്നില്ലെങ്കിലേ ഇനി നിങ്ങൾ ഈ അമ്മയെ നോക്കണ്ട എന്ന് തന്നെ നയന ഇങ്ങനെ എന്നിട്ട് നയനയോടായിട്ട് പറയുക. അത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നീയും ആദർശമൊക്കെ ഇവളെ അനിയെയും പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കി എടുക്കേണ്ടതാ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനും ഗോവിന്ദേട്ടനും ഇങ്ങനെ കിടന്ന് ഉരുകുന്നു എന്നല്ലാതെ അതുകൊണ്ട് നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കനക അഭിനയിച്ച് തകർക്കണം. ഇവളിങ്ങനെ വിട്ടാ പറ്റില്ല എന്നൊക്കെയാ പറയുന്നത് കനകയെ. ആദർശേട്ടന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരിക്കലും ഹനിക്ക് വേണ്ടി ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്ന് നയന പറഞ്ഞു. അങ്ങനൊരു വിചാരമൊന്നും ഞങ്ങൾക്കും ഇല്ലായിരുന്നു എന്ന് കനക നേരം പറയാം. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾ അവരോട് അങ്ങ് തുറന്നു പറഞ്ഞു.
പിന്നെന്താ, അത് അവർക്ക് പിടി കിട്ടിയത് കൊണ്ടാണല്ലോ അവരൊന്നും മിണ്ടാതെ അങ്ങ് പോകുന്നത്. പക്ഷെ ഇവൾക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത്? ഇവളെന്താ വീണ്ടും വീണ്ടും ഇതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കനക ചുമ്മാ ഉറഞ്ഞു തുള്ളുക. അല്ലമ്മേ, ആ ജ്യോത്സ്യ പ്രവചനം എന്ന് നയന പറയുമ്പോ എന്തോന്ന് ജ്യോത്സ്യ പ്രവചനം, എവിടുത്തെ ജ്യോത്സ്യ പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി വിടുക കനക. നന്ദുവിന് അത് അറിയാവുന്നുള്ളത് കനകത്തിന് അറിയത്തില്ല. നന്ദുട്ടാ ഇപ്പൊക്കെ ഇപ്പൊ അവിടെ നിൽക്കണ്ട അപ്പോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നീ എന്താ ഈ നനമോളെ ഈ പറയുന്നത്? അതൊന്നും അവൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളാ. അമ്മ ജ്യോത്സ്യം പറഞ്ഞാൽ അവള് സ്നേഹിക്കുന്ന ആളെ തന്നെ കെട്ടുമെന്ന്, ആ പ്രവചനം ഇനി എടുത്തു മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് നയന പറയുമ്പോ, എടീ ഞാനേ അത് വേറൊരു ജ്യോത്സ്യനെ കണ്ടായിരുന്നു. അന്നേരം സച്ചിമോന്റെ ജാതകവും നന്ദൂട്ടന്റെ ജാതകവും തമ്മിൽ നല്ല പൊരുത്തമാണെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുന്നു അമ്മ മകളോട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ജ്യോത്സ്യന്മാര് പറയാതെ വരുമ്പോഴാ നമ്മൾ ജ്യോത്സ്യന്മാരെ മാറ്റുന്നത് എന്ന് നയന പറയും കേട്ടോ. അപ്പൊ അത് ശരിയാ. നമ്മുടെ കുടുംബ ജ്യോത്സ്യന്റെ പ്രവചനങ്ങളൊന്നും ഈ തുവരെ തെറ്റിയിട്ടില്ല നമുക്കറിയാവല്ലോ. പക്ഷെ ഇത് തെറ്റും, നോക്കിക്കോ ഇത് തെറ്റിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കനക. ഒരു കാരണവശാലും ഞാൻ അനന്തപുരിയിലേക്ക് എന്റെ നന്ദൂട്ടനെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞു വിടില്ല. ഗോവിന്ദേട്ടനും അങ്ങനെ തന്നെയാ. ഞങ്ങളുടെ തീരുമാനം ഒരിക്കലും മാറില്ല. ഇനി മറിച്ച് ആരും വിചാരിച്ചിട്ട് കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. ആദർശേട്ടനും ഇപ്പൊ അവരുടെ കാര്യത്തില് വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു എന്ന് നയന പറയുമ്പോ, ആഹാ ഞങ്ങൾക്ക് പക്ഷെ എതിർപ്പാ. ഓ അത് ശരി, അപ്പൊ രണ്ടാളും കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ലേ, കൊള്ളാലോ എന്ന് പറയുമ്പോ, അയ്യോ അല്ലമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു നയന. ദേ നോക്ക്, ഇനി എന്റെ നയന മോളും മിണ്ടണ്ട. ഞാനേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അമ്മയെ ജീവനോടെ കാണണമെങ്കിലേ നന്ദൂട്ടനും സച്ചിമോനും തമ്മിലുള്ള കല്യാണം നടന്നേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കനക ചായ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. നയനയും വീണ്ടും ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് രണ്ടുപേരുടെ വീട്ടിലേക്ക് പോരുക. അവര് മാറുന്നവരായിരുന്നെങ്കിൽ ആ സമയത്ത് മാറിയാനേ എന്ന് ആദർശ് പറയൂ കേട്ടോ. അവിടെ പിന്നെ നമ്മുടെ മനസ്സിലുള്ളത് നീ നന്ദുവിനോട് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പം, ആദർശേട്ടനും പറഞ്ഞിട്ടല്ലേ നമ്മൾ പോയതെന്ന് നയന ചോദിക്കുമ്പോൾ, അതെ പക്ഷേ അവിടെ ചെന്നതിന് ശേഷം നീ നന്ദുവിന് പ്രതീക്ഷ കൊടുത്തത് തെറ്റായി പോയെന്ന കാര്യം പറയാ നമ്മുടെ ആദർശ നയനയോട്. നമ്മുടെ മനസ്സ് മാറിയെന്നറിഞ്ഞ സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും നിലപാടുണ്ടല്ലോ, അത് നന്ദുവിനെ ഒരുപാട് വിഷമിപ്പിച്ചേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലാണ് പോകുന്നതെന്ന് അനിയോട് പറയാതിരുന്നത് വളരെ നന്നായി എന്നും പറഞ്ഞു. അല്ലെങ്കിലേ അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് കാത്തിരുന്നത് പോലെ നമ്മളെയും കാത്ത് അവനെന്ന് അവിടെ ഇരുന്നേനെന്ന് പറഞ്ഞു. അപ്പൊ അവര് തമ്മിൽ ഒന്നിക്കണമെന്ന് സത്യം പറഞ്ഞാൽ മുൻപൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആദർശേട്ടാ. പക്ഷെ അനാമികയുടെയും അവളുടെ വീട്ടുകാരുടെയും അഹങ്കാരം ഇത്രത്തോളം ഒക്കെ ആയപ്പോഴാ അനിയും നന്ദുവും ഒന്നിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു നയന. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ അനുകൂലിക്കുന്നതെന്ന് ആദർശം പറയൂ കേട്ടോ. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ നയന പറ്റുമെന്നും ആദർശ് ചോദിച്ചു. അന്ന് ഒന്ന് എൻ്റെ ഇളയമ്മയുടെ എതിർപ്പ്, പിന്നെ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും എതിർപ്പ് എല്ലാം നമ്മൾ തരണം ചെയ്ത് പോവണ്ടേ? മുതിർന്നവരുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ബന്ധങ്ങൾ ചേർത്ത് വെച്ചാൽ അത് അവസാനം തല്ലിലും വഴക്കിലും മാത്രമേ കലാശിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ അനിയും നന്ദുവും ഒന്നിക്കണ്ട എന്നാണോ? ഒന്നിക്കണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാവണം, അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആദർശ് പറഞ്ഞു. അതുണ്ടാകാത്തിടത്തോളം കാലം അനിയെയും നന്ദുവിനെയും നമ്മൾ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല, വളരെ തെറ്റാണ്. അവരുടെ മനസ്സിൽ നമ്മളായിട്ട് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുകയും അരുത്. ആരൊക്കെ എതിർത്താലും നന്ദു അനിയെ വിട്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ. അപ്പൊ അതുപോലെ തന്നെയാണ് അനിയുടെയും കാര്യം. അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞെന്നും ഇനി അത് മാറില്ല എന്നും പറയും ആദർശ്. പക്ഷെ സച്ചിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ആ വിവാഹം അത് നടന്നില്ലേ പറ്റുമെന്ന് ചോദിച്ചു. വിവാഹം എന്ന് പറയുന്നത് അതൊരു വിധിയല്ലേ, അത് അങ്ങനെ തന്നെ പോട്ടെ, എവിടെ വെച്ച് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ വീട്ടിലേക്ക് പോവാം. സമയത്ത് നന്ദു അനിയെ കാണാൻ ചെന്നു. എടി നിശ്ചയം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, കല്യാണത്തിന് പിന്നെ ദിവസങ്ങളുണ്ടല്ലോ, അതിനു മുന്നേ നമുക്കത് കലക്കാവുന്ന അനി പറയുമ്പം, നീ എന്തൊക്കെയാ അനി പറയുന്നതെന്ന് ചോദിച്ചു നന്ദു. മോതിര കൈമാറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഊരെടുത്ത് അയാളുടെ മുഖത്ത് എറിഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഒരു കാരണവശാലും നിശ്ചയം നടക്കാൻ പാടില്ല എന്ന് നമ്മുടെ നന്ദു അനിയോട് പറയുക. നീ നോക്ക, എനിക്ക് പറ്റില്ല അനി എന്ന് പറയുമ്പോൾ, നിന്റെ അച്ഛനും അമ്മയും ഈ രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അനി അന്നേരം ചോദിച്ചു. എന്റെ വീട്ടിലും അത് തന്നെയല്ലേ അവസ്ഥ, അമ്മയ്ക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്, പക്ഷെ നിന്നെ കൂട്ടിക്കൊണ്ട് വരുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറയുമ്പോൾ, നയനേച്ചിക്കും ആദർശേട്ടനും നമ്മൾ ഒന്നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവരങ്ങനെയൊക്കെ പറഞ്ഞോ? അപ്പത്തേക്കും നമ്മുടെ നന്ദു, അത് ഇവനോട് പറയണ്ട, പറഞ്ഞാ പിന്നെ അത് പറഞ്ഞ് അവരെ ശല്യം ചെയ്യുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ നീ എന്തൊന്നും പറയാത്ത നന്ദു? അല്ല, അവരിപ്പോ പഴയതുപോലെ നമ്മുടെ കാര്യം പറഞ്ഞ എന്നെ വിമർശിക്കാറില്ല എന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ അവരെ അനുകൂലിച്ചു എന്നൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, നീ അങ്ങനെയൊന്നും പറയണ്ട, ആദർശേട്ടനും അതിനടുത്തേക്ക് ഉൾപ്പെടെ ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ഒന്നിക്കാത്തതിൽ കടുത്ത നിരാശയുണ്ട്, നമ്മളെപ്പോലെ തന്നെയാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, നീ എത്രയും പെട്ടെന്ന് കുളമാക്കേണ്ടത് ഈ നിശ്ചയമാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ നന്ദു. അല്ലാതെ കല്യാണം വരെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകണം എന്നൊന്നും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ, പക്ഷെ അതിനെന്താ ഒരു വഴിയെന്ന് ചോദിച്ചു നമ്മുടെ അനി നന്ദുവിനോടെ.
അപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സച്ചിയുടെ പാസ്റ്റ് അത്ര നന്നായിരിക്കാനൊന്നും വഴിയില്ല. ഞാൻ അയാളെ കുറിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. അയാൾ ഇരുന്ന സ്റ്റേഷനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പിന്നെ ഇനി വിശദമായിട്ട് പലതും ചികഞ്ഞെടുക്കാനും ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പക്ഷെ അതിനുള്ള സമയമൊന്നും നമുക്കില്ല എന്നും പറഞ്ഞു. എന്നാ പിന്നെ നീ പറഞ്ഞാൽ മതി, ആ വഴി ഞാൻ വിഘ്നേഷിനെ രാകേഷിനെ കൂട്ടി പോകാമെന്ന് പറഞ്ഞപ്പോൾ എടാ ജെനുവിനായിട്ടുള്ള തെളിവുകൾ വേണമെന്ന് നന്ദു അനിയോട് പറയുക. ആര് കേട്ടാലും വിശ്വസിക്കുന്ന തെളിവുകളാണ് വേണ്ടതെന്ന കാര്യവും നന്ദു പറഞ്ഞു. അയാളൊരു നമ്പർ 1 ഫ്രോഡാണെന്നുള്ള കാര്യം 100% ഉറപ്പാ. അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ എന്റെ കയ്യിൽ മോതിരിടണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് നന്ദു പറയുമ്പം പക്ഷെ നീ പറഞ്ഞതുപോലെ നിശ്ചയം ഇങ്ങ് വന്ന് കയറി. ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് എന്നെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം നമ്മുടെ നന്ദു അനിയോട് പറയും. അപ്പോഴത്തേക്ക് അനി ഞെട്ടി. അങ്ങനെ സച്ചിയെ പൂട്ടാൻ നന്ദുവും അനിയും കൂടെ ഒരു 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 പ്ലാൻ തന്നെ തയ്യാറാക്കുക. അപ്പോൾ നീ എന്താ പറഞ്ഞത് എന്ന് അനി ചോദിക്കുക നന്ദുവിനോട്. അപ്പൊ നന്ദു ചിരിച്ചു. വെറുതെ പോലും അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് നന്ദുവിനോട് ദേഷ്യപ്പെട്ടു അനി. അങ്ങനെ എനിക്ക് നിന്നെ നഷ്ടപ്പെടുകയാണെങ്കിൽ അകന്നു പോയൊരു ജയിൽവാസം ഇനി എന്നെ തേടി വരുമെന്ന് പറഞ്ഞു. കൊല്ലും ഞാൻ ആ പോലീസുകാരനെ, അത് 100% ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ നന്ദു നിന്നിങ്ങനെ ചിരിക്കുക. അപ്പൊ നന്ദു ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് പിന്നെയും ദേഷ്യം വന്നു. അവനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയാട്ടോ. മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് വസുന്ധരേ എന്നും പറഞ്ഞൊരു വിളി. നല്ല മനപ്രയാസം ഉണ്ടല്ലേ? അപ്പോ അല്ല, കോടതി വിധി നമുക്കെതിരാകുമോ? കഴിഞ്ഞ കോടതിയിൽ അതുപോലുള്ള വാദങ്ങളൊക്കെ ആണല്ലോ നടന്നത്. ഇപ്പൊ നമ്മുടെ വക്കീല് നമ്മുടെ ഭാഗത്തെ ശരികൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഒന്നും കോടതിയെ ബോധിപ്പിച്ചിട്ടുമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കൊരു പ്രതീക്ഷ. അത് കഴിഞ്ഞാലേ ഈ കേസ് ആർക്ക് അനുകൂലമായി വരൂ എന്ന് പറയാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ വിധി അനുകൂലമാവുമോ എന്ന് ചോദിച്ചു അന്നേരം. മുത്തശ്ശിയെ ഇദ്ദേഹത്തിന് എന്താ തോന്നണേന്ന് ചോദിക്കുമ്പം നരസിംഹൻ പേര് കേട്ടൊരു വക്കീലാണ്. അയാളുടെ കൊച്ചുമകൻ അയാളെക്കാളും മിടുക്കനാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇതുവരെ കൊച്ചിന്റെ ഭാഗത്തെ വാദമൊന്നും കേട്ടിട്ടില്ല. അതിന് ഞാൻ ഇന്ന് വരെ സാക്ഷി ആയിട്ടുമില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല എന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അപ്പോ പക്ഷെ ഒരു കാര്യം എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, കൊച്ചുമോന് കഴിയില്ലെങ്കിൽ നരസിംഹൻ ഒരിക്കലും അവനെ ഈ കേസ് ഏൽപ്പിക്കില്ല. നവീൻ പഠിക്കുന്ന കാലത്തെ മിടുക്കനാണെന്നാണ് നന്ദു പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. കൊച്ചുമോനെ കുറിച്ച് പറയുമ്പോൾ നരസിംഹന് പണ്ടേ 100 നാവായിരുന്നു. അയാളുടെ മക്കളൊക്കെ പഠിത്തം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലാണെന്നും ഇപ്പോ അയാളുടെ പാരമ്പര്യം നിലനിർത്തുന്നത് കൊച്ചുമകനാ. അതുകൊണ്ട് മക്കളെക്കാളും ഇഷ്ടമാണ് കൊച്ചുമോനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അവിടുത്തെ പോലെ തന്നെ ഇവിടെയും മക്കളെക്കാളും ഇഷ്ടമാണല്ലോ കൊച്ചുമക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ കോടതിയിൽ കയറ്റി തൊലി ഉരിച്ചതിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല വസുന്ധരെ, അത് ഞാൻ പൊറുക്കില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ആരെയും കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അത് നമ്മുടെ ജോലി അല്ല എന്ന് എനിക്കറിയാമെങ്കിലും വേണുവിനെയും മകളെയും ഞാൻ വെറുതെ വിടില്ല. കോടതിയിൽ വെച്ച് അനാമികയും അവളുടെ അച്ഛനെയും ആ നന്ദകുമാർ വക്കീലിനെയൊക്കെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടണമെന്ന് എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ മുൻപൊക്കെ ദൈവങ്ങൾക്കും സന്യാസിമാർക്കൊക്കെ മനുഷ്യന്റെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ കള്ളം പറയാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്നതല്ലല്ലോ സ്ഥിതി. കോടതിയിൽ എന്തൊക്കെ കള്ളങ്ങളാ പറയുന്നതെന്ന് പറയുമ്പം കോടതിക്ക് മുന്നിൽ വരുന്നത് വാദങ്ങളും തെളിവുകളുമാണ് കോടതി പരിഗണിക്കുന്നതെന്നും അവിടെ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം ഇല്ലെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അതൊന്നും കോടതി കണക്കിലെടുക്കില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാം മുത്തശ്ശി. എന്തായാലും അന്തിമ വിധി നമുക്ക് അനുകൂലമാകണമേ എന്ന് പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ അവറ്റകളെ ഞാൻ കൊല്ലുമെന്ന് തന്നെ മുത്തശ്ശൻ ഇങ്ങനെ ഉറച്ച തീരുമാനത്തോടെ പറയാം. വിധി പറയുന്നവൻ കോടതി ആയിരിക്കില്ല, മറിച്ച് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി ഇങ്ങനെ കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മുത്തശ്ശൻ തീരുമാനം എടുത്താൽ അതൊരു ഒന്നൊന്നര തീരുമാനം തന്നെയായിരിക്കും. അത് മുത്തശ്ശിക്കും അറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.